عقدة من لساني يفقهوا قولي وما توفيقي إلا بالله وعليه توكلت وإليه أنيب. أيها الإخوان والأخوات، أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله سبحانه وتعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറപ്പിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും മൊഴി ജീവിതത്തിലും കഴിയുന്നിടത്തോളം പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പതിപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവതരമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ റബ്ബ് അവന് മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ഒരു ജുമാഅ ദിനത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. രണ്ടാമത്തെ ജുമാഅ ദിനമാണിത്. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ ശ്രദ്ധയോടെ എല്ലാവരും ഇരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ അതിൻ്റെ പാതി പിന്നിട്ടു എന്നല്ല, രണ്ടാമത്തെ 10 അവസാനിക്കുകയാണിന്ന്. 20ാമത്തെ നോമ്പാണ് നമ്മളിപ്പോൾ നോറ്റിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് റമദാൻ നമ്മളിലേക്ക് വന്നതും ഇതായി കടന്നു പോകുന്നതും. സമയം കുറേ കാലമായി പ്രതിഭാസം നമ്മുടെ ഇടയിലുണ്ട്. പെട്ടെന്ന് സമയം ആർക്കും ഒന്നിനും തികയുന്നില്ല, പെട്ടെന്ന് കഴിയാണ്. നേരം വെളുത്താൽ വൈകുന്നേരം ആകുന്നതൊക്കെ വളരെ പെട്ടെന്നാണ്, ഒന്നിനും നേരം കിട്ടുന്നില്ല. ഇതൊരു പ്രതിഭാസമാണെന്ന് പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വലിയ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? നമുക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. എന്നാൽ പഴയ 24 മണിക്കൂർ ഉണ്ട് താൻ. എന്നാൽ കാര്യങ്ങൾ പഴയ പോലെ അല്ല. ആർക്കും ഒന്നിനും നേരമില്ലാത്ത ഒരു കാലത്താണ്. റമദാനും വളരെ പെട്ടെന്ന് വന്നു, വളരെ പെട്ടെന്ന് അവസാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തിൻ്റെ ഈ അതിവേഗതയെ സംബന്ധിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകാന്ത്യത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ അസ്സമാനു. സമയം, കാലം വളരെ ചേർന്ന് വരാതെ, ചുരുങ്ങിപ്പോകാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫതകൂനു സനതു കശഹർ. ആ കാലത്ത് ഒരു കൊല്ലം ഒരു മാസം പോലെ കടന്നു പോകും. അതുപോലെ വശഹറു കൽ ജുമുഅ. ഒരു മാസം ഒരു ആഴ്ച പോലെ, ജുമുഅ എന്നാണ് പറഞ്ഞത്, ഒരാഴ്ച പോലെ കടന്നു പോകും എന്ന് പറഞ്ഞു. ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയുടെ ഇടയ്ക്ക് എന്ത് അകലമുണ്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, ഒരാഴ്ച ഒരു ദിവസം പോലെ കടന്നു പോകും. പിന്നെ പറഞ്ഞത് ഒരു ദിനം ഒരു മണിക്കൂർ പോലെ കടന്നു പോകും. ഒടുവിൽ അവിടെ നിന്ന് പറഞ്ഞു, തക്കൂന് സാഅതു കൽ ദർമത്ത് ബിന്നാർ. ഒരു തീപ്പൊരി മിന്നിപ്പൊലിയും പോലെ മണിക്കൂറുകളും ഇല്ലാതാവും. അങ്ങനെ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിൽ മുഹദ്ദിസീങ്ങൾ പറയുന്നത് സമയത്തിൽ നിന്ന് അല്ലാഹു തആല ബർക്കത്ത് എടുത്തു മാറ്റുമെന്നാണ്. ബർക്കത്ത്, ഐശ്വര്യമുണ്ടല്ലോ, സമയത്തിൻ്റെ ഐശ്വര്യം, ബർക്കത്ത് അല്ലാഹു തആല എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഈ സംബന്ധിച്ച് പക്ഷേ പഠനങ്ങൾ ഒരുപാട് വേറെ നടക്കുന്നുണ്ട്. നമ്മുടെ കാലത്ത് വേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന കാര്യം. റമദാൻ എന്തായാലും അവസാനിക്കാൻ പോവാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്. ദിവസമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് പെരുന്നാളായി. ഇനി അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും 27ആണ്. അടുത്ത വെള്ളിയാഴ്ച രാവ് 27 രാവുമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളായി എന്നതാണ് സംഗതി. അല്ലാഹു തആല ഈ കടന്നു പോകുന്ന വിശുദ്ധ റമദാനിനെ നമ്മുടെ കാര്യത്തിൽ സ്വീകരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം എന്നാൽ ഈ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് കടക്കുന്ന ഈ സമയത്ത്
എന്നോടും നിങ്ങളോടും പറയാനുള്ള ഒന്ന് രണ്ട് വർത്തമാനങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, റമദാൻ നമുക്കറിയാമല്ലോ, തുടക്കം പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതീവ ഗൗരവതരമായൊരു സംഗതിയാണ് ഈ കടന്നു പോകുന്നത്. ഉറക്കം തൂങ്ങി ഇരിക്കണ്ട കേട്ടോ, വളരെ ഗൗരവപ്പെട്ട കാര്യമാണത്. അതീവ ഗൗരവതരമാണ് വിശുദ്ധ റമദാൻ. ഇത് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഹദീസുകൾ. അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ നന്മകൾ ആർക്ക് തടയപ്പെട്ടോ അവൻ എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനുമുള്ള അവസാനത്തെ വണ്ടിയാണ്. ഇതും കൂടെ പോയാൽ പിന്നെ പ്രതീക്ഷ വേണ്ട എന്നതാണ് സംഗതി. അത്ര ഗൗരവതരമായിട്ടാണ്, എത്രയോ നിവേദനങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അതീവ ജാഗ്രത അവർ പുലർത്തിയിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അതുകൊണ്ട് അതിന്റെ ഗൗരവം ഒട്ടും കളയരുതെന്ന് പറയാം. നമ്മുടെ ഇടയിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് ഈ നോമ്പ് തുറയും അത്താഴവും എന്നതിന്റെ കടന്നിട്ട് ബാക്കിയുള്ള സമയത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അങ്ങനെയല്ല എന്റെ പരിപാടി. അതുപോലും ഇത് ഭംഗിയാകാനുള്ളതാണ്. ഏത് ശുദ്ധ റമദാനിന്റെ ആരാധനകളും അനുഷ്ഠാനങ്ങളും പാപമോചന പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ഒക്കെ നല്ല മനോഹരമാകാൻ വേണ്ടി അതിന് ആവശ്യമായ ആരോഗ്യം നമുക്കുണ്ടാകണമല്ലോ. അതിനുവേണ്ട ഒരു കൂവത്തും ശേഷിയും നമുക്ക് വേണമല്ലോ. അതിനുള്ളതാണ് ഈ രാത്രിയിലെ ഭക്ഷണം എന്നൊക്കെ പറയുന്നത്. ആ നിയത്തോടു കൂടി വേണം നമ്മളത് കൈകാര്യം ചെയ്യാനും. അതിപ്രധാനമായ കാര്യം നമ്മൾ വിട്ടുകളയരുതെന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇതിനേക്കാൾ ഗൗരവതരമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാനില്ല. ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു അവസരവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ ഇല്ല. അത്ര ഗൗരവതരമായ ഗുരുതരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒടുവിലെ നാളുകൾക്ക് അല്ലേ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഒടുവിലെ നാളുകൾ നന്നാക്കണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട് ഹദീസിൽ. ചില ആളുകളുണ്ട്, നല്ല ജീവിതമാണ്, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു പോയ ആളുകളാണ്. അവസാന സമയമാകുമ്പോൾ കാണാം ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ഇതിൽ നിന്ന് പുറത്തു പോകും. അവസാനം ഒന്നുമല്ലാത്ത മനുഷ്യരായി ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളങ്ങനെ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. നല്ല പ്രവർത്തകർ, ഇസ്ലാമിക പ്രവർത്തകർ, നിറഞ്ഞു നിന്ന മനുഷ്യർ അവസാനം ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളൊക്കെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു, പരലോകത്തെ നിഷേധിച്ചു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ദൗർഭാഗ്യവാന്മാർ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞു, എന്നാൽ വേറെ ചില മനുഷ്യരുണ്ട്, ആദ്യ നാളുകളിലൊക്കെ വേണ്ട പോലെ ഒന്നും ആകാതെ പോയവരാ, എന്നാൽ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തൗബയിൽ ഇസ്തിഗ്ഫാറിലേക്കൊക്കെ മടങ്ങാനും റബ്ബിലേക്ക് മടങ്ങാനും പടച്ചവന് പ്രിയപ്പെട്ട മനുഷ്യരായി മാറാനും ഒക്കെ അവസരം കിട്ടിപ്പോകുന്ന ചിലരും ഉണ്ട് എന്ന് പറഞ്ഞവർ ഭാഗ്യവാന്മാരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ അവസാനം, ഏത് കാര്യത്തിന്റെയും അവസാന ഘട്ടമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തിന്റെ അങ്ങനെ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മളിവിടെ ജുമയ്ക്ക് ഞാൻ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മളത് അല്ലാഹുവേ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം ജീവിതത്തിന്റെ അവസാന ദിവസമാക്കണം, മനോഹരമായ നിമിഷം ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളാക്കണം, മനോഹരമായ വർഷങ്ങൾ ജീവിതത്തിന്റെ ഒടുവിലെ വർഷമായി മാറണം, ഏറ്റവും നല്ല മനുഷ്യരാകണം. അല്ലേ, ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ കേട്ടോ, ഈ വർഷം ഈ റമദാൻ നമ്മുടെ ചിലപ്പോൾ ഒടുവിൽ, നമ്മൾ പറയാറില്ലേ ഒടുവിലേതായിരിക്കുമോ അറിയില്ല കേട്ടോ, മനോഹരമാക്കിക്കോളി റമദാനിലെ. നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്ത കൊല്ലം ഇരിക്കുന്നവരുടെ കൂടെ എത്ര ആൾ ഉണ്ടാവുമെന്നോ, ഈ പറയുന്ന ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് പറഞ്ഞുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ അടുത്ത കൊല്ലം ഈ സമയമൊക്കെ ആകുമ്പോൾ മൂപ്പര് മരിച്ചിട്ട് കൊല്ലം ഒന്നായി എന്നായിരിക്കും പറയുക, മരിച്ചിട്ട് വർഷമൊന്നായി എന്നായിരിക്കും പറയുക. അല്ലാഹു നമുക്കൊക്കെയും പാപമോചനം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനിയൊരു അവസരം കിട്ടിക്കൊള്ളുന്നത് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് വിശുദ്ധ റമദാന്റെ അവസാനത്തെ ഈ ദിനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കർമ്മോത്സുകമായി അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേതായിട്ട് നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കാണ്. അവിടെ പറഞ്ഞു, വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, എല്ലാ അമലുകളും അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അത് സ്വീകരിക്കുക. ഏത് കർമ്മങ്ങളെയും അതിന്റെ അവസാന സമയമാണ്. ഹജ്ജിന് പോയാലും ഉംറ നിർവഹിക്കുമ്പോഴും, ചിലപ്പോൾ അതിന്റെ തുടക്കത്തിലൊക്കെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ.
അതിൻ്റെ അവസാനം ചിലപ്പോൾ നമ്മുടെ ആ പിതാവിൻ്റെ തവാഫിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ആ വല്ലാത്ത അനുഭൂതിയിലേക്കൊക്കെ നമ്മൾ വരിക, സംഗതിയിലേക്കൊക്കെ വരിക. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ത് കർമ്മങ്ങളാണെങ്കിലും അതിൻ്റെ അവസാനം ഏറ്റവും മനോഹരമാക്കണം. ആ മനോഹാരിതയിലാണ്, അവസാനിപ്പിക്കുന്നിടത്താണ് അത് മുഴുവനായും സ്വീകരിക്കപ്പെടാൻ പോകുന്നത്. ഈ റമദാൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതാണ്, മറ്റേത് ആരാധനാ കർമ്മങ്ങളെക്കാളും അതിപ്രധാനമായ സംഗതിയാണ്, വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ഈ കടന്നു വരുന്ന അവസാനത്തെ ദിനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്നോടും പറയാണ്, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ ഇതിനെ നമ്മളൊന്ന് നോക്കിക്കാണണം എന്ന് സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ധാരാളമായ ചില ദുർബലമായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഉദ്ധരിക്കാറുണ്ട്. അള്ളാഹുവേ, എൻ്റെ ആയുസ്സിൽ ഏറ്റവും നല്ലത് എൻ്റെ അവസാന ദിനങ്ങളാക്കണേ, എൻ്റെ കർമ്മങ്ങളിൽ അതിൽ ഏറ്റവും മനോഹരമായത് എൻ്റെ അവസാന സന്ദർഭങ്ങളാക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കടന്നു വരുന്ന ദിവസങ്ങൾ റമദാനിൻ്റെ കടന്നുപോയ ദിവസങ്ങളെ പോലെയല്ല, കടന്നു വരുന്ന ദിവസങ്ങൾ അതിപ്രധാനമായ ദിവസമാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ അവസാനത്തെ 10 എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നോക്കിക്കണ്ട ദിവസങ്ങൾ കൂടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അവർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിന്റെ അവസാനത്തെ 10 കഠിനാധ്വാനം ചെയ്തിരുന്നു, നന്നായി പണിയെടുത്തിരുന്നു. ജിഹാദ് നിർവഹിക്കാന്ന് പറയാ, ജിത്തിഹാദ് നിർവഹിക്കുക, കഠിനാധ്വാനം ചെയ്തിരുന്നു എന്ന് പറയാ. എന്താ? ആവുന്നത് പോലെ ആവട്ടെ എന്നല്ല, ആക്കി എടുത്തേ മതിയാകൂ എന്നതാണ്. അതിനു വേണ്ടി ഒഴിഞ്ഞു മാറ്റി വെക്കുകയാണ്. നന്നായി കഠിനാധ്വാനം ചെയ്തിരുന്നു. ഏത് കാര്യത്തിൽ? ഇബാദത്തുകളുടെയും മറ്റും കാര്യത്തിൽ. പ്രത്യേകിച്ചും റമദാനിന്റെ അവസാനത്തെ 10 രാവുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പകലിനേക്കാൾ പുണ്യമാണ് രാത്രികൾ കേട്ടോ. രാവുകൾ അതിന്ന് ആരംഭിക്കുകയാണ്. 21 രാവിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി 21 രാവിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് മുതൽ ഇനി 9 ദിവസങ്ങൾ അല്ലെങ്കിൽ 10 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ വരാനിരിക്കുന്ന ദിവസങ്ങൾ, രാവുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിലാണ് കഴിച്ചു കൂട്ടിയിരുന്നത് എന്ന് ഹദീസുകളിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇഅ്തികാഫിലാണ്. ഇഅ്തികാഫിന്റെ പൊരുൾ എന്ന് പറഞ്ഞ സംഗതി ഇതാ. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികമായ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും മാറി പൂർണ്ണമായും ആരാധനാകർമ്മങ്ങളിൽ മുഴുകാനായി അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരാൾ കഴിഞ്ഞുകൂടുക. ഇതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്ന സംഗതി. എന്ന് പറഞ്ഞാൽ കടന്നുപോയ ജീവിതത്തിന്റെ നാളുകൾക്കെല്ലാം പരിഹാരമാക്കി മാറ്റാൻ പോയി അവസാനത്തെ രാവുകളെ. രാവും പകലൊക്കെ അത് പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഞാൻ പറയുന്ന ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ ഒന്നും കൂടി റീഷെഡ്യൂൾ ചെയ്യണം. ഇത്രയും ദിവസം മാതിരിയല്ല. ഇത്രയും ദിവസം പോയി ഒരു രൂപത്തിലൊക്കെ അങ്ങോട്ട് പോയി. ഇനി അങ്ങനെയല്ല. ഇനി നമ്മളൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എന്താ? അള്ളാഹു വിശുദ്ധ റമദാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ഇനി എൻ്റെ രാത്രി നമസ്കാരങ്ങൾ ഒന്നുകൂടി നന്നാകണം. കുനൂത്തൊക്കെ ഉണ്ടാവും. രാത്രി നമസ്കാരം ലേശം കൂടി നീളും. രാത്രി നമസ്കാരം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിന്നെ അധിക നമസ്കാരം വേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തറാവീഹ് നമസ്കാരം തന്നെ മതി. തറാവീഹ് നമസ്കാരം തന്നെ മതി. ഇമാമിനോടൊപ്പം നമ്മൾ വിത്തർ അടക്കം നമ്മൾ അവസാനിപ്പിക്കണം. ചില ആളുകൾ ഈ വിത്തർ നിസ്കരിക്കാതെ പിരിഞ്ഞു പോകുന്നുണ്ട്. രാത്രിയിൽ ഇനിയും നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പുണ്യകരമായ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് എവിടെയും രേഖകളൊന്നുമില്ല. അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിച്ച ആ രാവുകൾ അല്ലേ, 2 ദിവസങ്ങളിലാണല്ലോ കടന്നുപോയത്. അതിൽ ആദ്യത്തെ രാവ് രാത്രിയുടെ 3/1 ഭാഗം നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ നിസ്കരിക്കുന്ന പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദിവസം അത്രയും നേരം കൊണ്ട് അവസാനിച്ചു തറാവീഹ്. 2ാമത്തെ ദിവസം അത് 3/2 ഒരു 12 മണി വരെയൊക്കെ, പാതിരാത്രി വരെയൊക്കെ പോകുന്ന ഒരു സന്ദർഭത്തിലേക്ക് അതങ്ങോട്ട് പോയി. ഏകദേശം ഒക്കെ അത് കഴിയണവരെ അങ്ങോട്ട് പോയി. ഇതാ. അപ്പൊ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് കുറച്ചുകൂടി നീട്ടി നിസ്കരിക്കാൻ പറ്റുമെന്ന്. ഇത് മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊന്നും നന്നാക്കിയാൽ മതി, ഇനി കൂടുതൽ ആക്കാൻ നിൽക്കണ്ട, ഉള്ളതൊന്ന് നന്നാക്കി എടുത്താൽ മതി. ഒന്ന് നന്നാക്കി എടുക്കുക. രാത്രി മുഴുവൻ നമസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് രേഖപ്പെടുത്തും. അധികമൊന്നും വേണ്ട, അത് നന്നാക്കിയാൽ മതി. അപ്പൊ ഈ തറാവീഹ് എന്തായിരിക്കണം? നല്ല മനോഹരമായ തറാവീഹ്. ഉറക്കം തൂക്കമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ ചിന്ത വരണം. എന്താ? റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് പടച്ചവനെ. ഇത്ര ദിവസം തറാവീഹ് എങ്ങനെയൊക്കെ ആയിപ്പോയി. അല്ലാത്ത ഉറക്കവും ക്ഷീണവും. ഇനി അങ്ങനെ ക്ഷീണിക്കാൻ പറ്റില്ലല്ലോ. റബ്ബേ, നിന്നെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ട്. അന്ന്
എനിക്ക് നിന്നെ സന്തോഷത്തോടെ കണ്ടുമുട്ടണം. അതുകൊണ്ട് പടച്ചവനെ ആകെയുള്ള ഇതൊക്കെയാണ്. എന്ത് ചെയ്യണം? തറാവി നിസ്കരിക്കാൻ വളരെ നന്നായിട്ട് നല്ല ഫ്രഷായി നല്ല ഒരു ഊർജ്ജസ്വലമായി തറാവീഹ് നമസ്കാരം. ഖിറാഅത്ത് ഖുർആൻ പാരായണം നല്ല ശ്രദ്ധയോടെ നിൽക്കണം. തറാവീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകത അതിലെ ഖുർആൻ പാരായണവും കൂടിയാണ്. വളരെ നല്ല ശ്രദ്ധയോടെ നിന്ന് ഖുർആൻ പാരായണമൊക്കെ കേൾക്കുക. ആ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. ചിലർ പറയും അതുകൊണ്ട് ഉറക്കം വരുന്നു. അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് ഉറക്കം വരില്ല. അതുകൊണ്ടുള്ള ഉറക്കം പോകണം. അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ട് ഉള്ള ഉറക്കം പോകണം. അതാണ് ഈമാൻ. എങ്ങനെ ഉറക്കം പോവുക? പടച്ചവനെ, ഇതിനൊന്നും അർത്ഥം അറിയണില്ലല്ലോ അല്ലാഹ്, എന്നോടും കൂടിയാണല്ലോ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ ഇമാതിരി ഒരു മനുഷ്യനായി പോയല്ലോ, അറിവില്ലാതെ പോയി പടച്ചവനെ, ഇനി പഠിക്കാനൊന്നും കഴിയാതെ പോയി. എന്തൊക്കെയോ ഗൗരവപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതിലൂടെ പറയുന്നത്. എന്നോടും പറയാൻ ബാക്കിയെല്ലാം പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി, ബാക്കിയെല്ലാം പഠിക്കാൻ എനിക്ക് നേരവും കിട്ടി. ഞാൻ ഇംഗ്ലീഷും പഠിച്ചു, ഹിന്ദിയും പഠിച്ചു, എല്ലാം പഠിച്ചു. ഇത് മാത്രം പഠിച്ചില്ല. പടച്ചവനെ, ഞാൻ ഭാഗ്യം കെട്ട ഒരു മനുഷ്യനായി പോകുമല്ല. ഖുർആനിന്റെ അഹ്ലുകാരിൽ ഒരാളായി നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം കിട്ടാതെ പോകുമോ പടച്ചവനെ? നാളെ പരലോക നാളിൽ ഈ വിശുദ്ധ ഖുർആൻ എനിക്കെതിരായി സാക്ഷ്യം പറയുമോ റബ്ബേ എന്നുള്ള വല്ലാത്ത വേദനയിലും വിഹുലതയിലും നിന്നു നോക്കി. ശരിയായി, തറാവീഹ് നിസ്കാരം ശരിയായി. പിന്നെ അങ്ങനെ റുക്കൂഉം സുജൂദും ഒക്കെ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആയിക്കോളൂ. സുജൂദിൽ നമ്മൾ ഗാഢമായി ഒരല്പം ദീർഘമായ സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. റബ്ബനാ വബിഹംദിക, ഞങ്ങളുടെ രക്ഷിതാവേ നിനക്കാണ് സ്തുതികളെല്ലാം. എന്നിട്ട് അവസാനം പറയുന്നു അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ അല്ലാ. സുജൂദിൽ കിടന്ന് പറയാണ് എനിക്ക് പുറത്തു തരണേ അല്ലാ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാനൊന്നും വിഷമമൊന്നുമില്ലല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർലി പറയാമല്ലോ. പിന്നെ ഇവിടെ ധാരാളം പ്രാർത്ഥന സുജൂദിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു അവലഹു ആഖിറഹു വഅലാനിയതഹു വസിറഹു എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയുണ്ട്. സകല പാപങ്ങളും അല്ലാഹുവിനോട് സുജൂദിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളാണ് ഇതെല്ലാം. എല്ലാം സുജൂദ് മുഴുവനും പാപമോചന പ്രാർത്ഥനകളുടേതാണ്. പുറത്തു തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ പറയില്ലേ? ഇതങ്ങനെ പറയാ. അല്ലാഹുവിനോട് പാപമോചനം തേടുക സുജൂദിൽ. അത്രയും ജീവിതകാലത്ത് കടന്നുപോയ സകല പാപങ്ങളും ഓർമ്മയിലേക്ക് വരിക. എന്തെല്ലാം ചെയ്തു കൂട്ടി പടച്ചവനെ. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാവുകളാണ്. ഖിയാമുൽ ലൈലിലാണ് ഞാൻ ഉള്ളത്. ഖിയാമുൽ ലൈൽ പാപമോചനത്തിനായിട്ട് നീ വെച്ചതാണ്. പടച്ചവനെ, എന്റെ ഈ ഖിയാമുൽ ലൈൽ നീ പാപമോചനത്തിൻ്റെതാക്കണേ അല്ലാ എന്ന നിയത്തോടു കൂടി നിസ്കരിച്ചു നോക്കി. നിസ്കാരം ശരിയാവും. ഇതിങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങാണല്ലോ. ഇപ്പൊ കൈയിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ആചാരം, ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ നിൽക്കും. അതിനിടയ്ക്ക് ഇമാമിന്റെ ഖിറാഅത്ത് നീണ്ടുപോയാൽ നമുക്കറിയാമല്ലോ സംഗതി. ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ഇതിന്റെ പൊരുൾ തിരിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന വൈകാരികതയിൽ, മാനസികാവസ്ഥയിൽ ഇനിയുള്ള രാവുകളിലെ തറാവീഹ് നമസ്കാരത്തെ നമ്മളത് കൃത്യപ്പെടുത്തണം. അങ്ങനെയാണ്, അപ്പോഴാണിത് കൃത്യമായ രൂപത്തിലേക്ക് വരിക. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവസാനത്തെ 10 ഖിയാമുൽ ലൈലിലെ അതീവ ഗൗരവതരമായി കണ്ടിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 കടന്നു വന്നാൽ, അഹ്യൽ ലൈല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവുകളെ സജീവമാക്കുമായിരുന്നു. രാത്രിയിലെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞു പോയാൽ വീട്ടിൽ പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം കൂടെ ഒന്ന് ഒറ്റയ്ക്കിരുന്നാലോ, റബ്ബുമായിട്ടേ ഒന്നിരുന്നാലോ ഒന്നൊന്ന് ആലോചിക്കുക. അതാ രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, പാപമോചന പ്രാർത്ഥനകൾ നടത്തുക. ഇതൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ റൂമിൽ ഒറ്റക്കൊന്നിരുന്നുകൂടെ? പള്ളിയിലും വന്നിരിക്കാം, വീട്ടിലും ഇരിക്കാം. പള്ളി വന്നിരിക്കുമ്പോൾ എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാം കേട്ടോ. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ വെറും പള്ളിയിലിരുത്തമല്ല. എഴുത്തിക്കാഫ്. പിന്നെ എന്താ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ? എൻ്റെ ഭൗതികമായ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ഞാനൊന്ന് മാറി, എല്ലാ ഇടപാടും ഒന്ന് അവസാനിപ്പിച്ച് ഞാനും എൻ്റെ റബ്ബുമായിട്ടൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ പോവാണ്. ഇതാണ് എഴുത്തിക്കാഫ്. ഞാനും എൻ്റെ റബ്ബുമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ഒരു മൂലയൊക്കെ അടയാളപ്പെടുത്തുക വരെ ചെയ്യാവുന്ന. നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ ഇരിക്കുക, വർത്താനൊന്നുമില്ല കേട്ടോ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പം പറയേണ്ടതില്ലല്ലോ. സാധാരണ ഈ വഴക്കുണ്ടാക്കുന്ന ആളുകളോട് പറയുമല്ലോ, ഇത് റമദാനാണ്, നോമ്പുകാരനാണെന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ
ആരെങ്കിലും വർത്താനം മതി. അബദ്ധത്തിൽ ചിലപ്പോൾ ആളുകളൊക്കെ വരും, ഫോൺ വരും, സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആ തരത്തിലുള്ള ഇടപാട്, ഭൗതികമായ ഇടപാടുകളെല്ലാം മാറ്റിവെച്ച് ഞാനൊന്ന് ഒറ്റയ്ക്കാവുകയാണ് പള്ളിയിൽ. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ എന്ന് പറയുന്നത് അധികവും ഈ പിള്ളേരൊക്കെ പള്ളിയിൽ വന്നിട്ട് മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നേരം വെളുക്കോളം ഇരുന്ന എത്തിക്കാഫിന്റെ കൂലി കിട്ടുമെന്നാണ് കണക്ക്. അങ്ങനെ റീൽസും നോക്കി ഇതിനകത്തൊന്നും ഇരുന്ന എത്തിക്കാഫിന്റെ കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല, റമദാൻ അങ്ങോട്ട് പറ്റ പോയി കിട്ടും, ജീവിതവും ചിലപ്പോൾ പോയി കിട്ടും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കാരണം എന്താ അറിയോ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണോ ഒരു കാര്യം പറഞ്ഞത്, ആ ഗൗരവം ഇല്ലേ ഉണ്ടല്ലോ, നമ്മളതിനെ പരിഹസിക്കുന്ന പോലെയാവും. ശരിയല്ലേ? ഒരു പരിഹാസമല്ലേ പള്ളി വന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കുക? ഒരു പരിഹാസമാണത്. അള്ളാഹു റസൂലിനെ പരിഹസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടിയിട്ടാണോ ഈ സമയം തിരികെ വെച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നേരത്തെ പറഞ്ഞില്ലേ, ആരാധനാകർമ്മങ്ങളിലാണ്, പ്രാർത്ഥനകളിലാണ്, ഖുർആൻ പാരായണത്തിലാണ്, ദിക്റിലാണ്, ഹൃദയം നൊന്ത് റബ്ബിനോടുള്ള വർത്തമാനങ്ങളിലാണ്. അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയാം, അല്ലാഹ് ഞാൻ എങ്ങനെ ആയിപ്പോയല്ലോ പഠിച്ചവനെ, ഇനി ഉണ്ടാകുമോ റമദാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ റമദാനും പോയി, എൻ്റെ എല്ലാ റമദാനും പോയി. പഠിച്ചവനെ ഇതെങ്കിലും എനിക്കൊന്ന് കിട്ടണമല്ലോ, എനിക്കാണെങ്കിൽ അറിവില്ല. അത് പറയണം അള്ളാഹുവിനോട്, എനിക്കാണെങ്കിൽ അറിവില്ല പഠിച്ചവനെ, ഒന്നും അറിയില്ല, ഒരു പൊട്ടനായി പോയി ഇങ്ങനെ. പഠിച്ചവനെ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, ഞാനിത് ആരോട് വരെ പറയും? ഇത് പറയാനുള്ള സമയമാണ് എഴുത്തിക്കാഫ്. അല്ലാതെ ഇവിടെ ഇരുന്ന് വട്ടം വളഞ്ഞിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് ആളുകൾ. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് 4 പേര് വട്ടം വളഞ്ഞിരുന്നിട്ട് വർത്താനം പറയുക, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയം കേട്ടോ. അതല്ല ഈ സാധനം കേട്ടോ, അതൊക്കെ അവിടെ നടക്കും. അതിനുവേണ്ടി ദുആ ചെയ്യണം. എഴുത്തിക്കാഫിലും രാഷ്ട്രീയം ഉണ്ട് കേട്ടോ. ആ രാഷ്ട്രീയം എന്താ? ആ രാഷ്ട്രീയം നമ്മുടെ പ്രാർത്ഥനയിലൂടെയാ. അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാഹു, എൻ്റെ രാജ്യത്തിന്റെ അവസ്ഥ വളരെ പ്രയാസത്തിലാണ് പഠിച്ചവനെ, ഞങ്ങളുടെയൊക്കെ വീഴ്ചയാണ് അതിന്റെ കാരണം. പഠിച്ചവനെ ഈ രാജ്യത്തിനെ രക്ഷപ്പെടുത്തണേ അല്ല. ആ പ്രാർത്ഥനയ്ക്കാ വട്ടമുളഞ്ഞ് വർത്താനം പറയാനല്ല. വർത്താനൊക്കെ റമദാൻ കഴിഞ്ഞെന്ന് പറയാം, രാഷ്ട്രീയം പറയും. ഇപ്പോ ഈ കാര്യം റബ്ബിനോട് നമ്മൾ രാഷ്ട്രീയം പറയാൻ പോവാണ്. റബ്ബിനോട് രാഷ്ട്രീയം പറയാൻ പോവാണ്. റബ്ബിനോട് എൻ്റെ കുടുംബജീവിതം പറയാൻ പോവാണ്. റബ്ബിനോട് എൻ്റെ സാമൂഹിക ബന്ധങ്ങൾ പറയാൻ പോവാണ്. എല്ലാം ഞാനും എൻ്റെ റബ്ബുമാണ്. എല്ലാം എൻ്റെ റബ്ബിനോട് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് റമദാനിൽ. എനിക്ക് പറയാൻ വേറെ ആരുമില്ല. ഈ ദൃഢമായ ബോധ്യത്തിൻ്റെതാണ് ഈ പറയുന്ന എഴുത്തിക്കാഫ് എന്ന് പറയുന്ന പ്രക്രിയ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം ഓർക്കുക, ഭരിക്കുന്ന മറ്റുള്ളവരുടെ എഴുത്തിക്കാഫ് നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടേത് പോയി അല്ല, അങ്ങനെ ഉണ്ടല്ലോ. അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ട് ഒച്ചക്കരുത് വർത്താനം പറഞ്ഞ് വേറൊരുത്തൻ്റെ ഖുർആൻ ഓതലും കൂടെ പോവാണ്, അവന് നിസ്കാരം പോവാണ്. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. അവിടെ പള്ളി ശാന്തമായിരിക്കണം, നിശബ്ദമായിരിക്കണം. എഴുത്തിക്കാഫിൽ ഒച്ചയും ഇല്ല, വളരെ ശാന്തമാണ്, പ്രശാന്തമാണ് പള്ളിയുടെ ഉള്ളത്. രാവിലെ ഏകാന്തതയിലെ സങ്കടങ്ങളും കണ്ണീരും കരച്ചിലും മാത്രം. നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് എഴുത്തിക്കാഫ് എന്താണെന്ന് പറയാം കേട്ടോ. ഞാനും എൻ്റെ റബ്ബുമായി ചേർന്നിരുന്ന് എൻ്റെ റബ്ബിനോടെല്ലാം ഞാനൊന്ന് പറയാൻ പോവാണ്. ഞാൻ ഒരുപാട് പേരോടെല്ലാം പറഞ്ഞു, പലരോടും ഞാൻ നിവേദനം കൊടുത്തു, പല ആവശ്യങ്ങളും ഉന്നയിച്ചു. ഞാൻ എൻ്റെ റബ്ബിനുമായിട്ടൊന്ന് ചേർന്നിരിക്കാൻ പോവാണ്. സർവാധിനാഥനായ രാജാതിരാജനായ റബ്ബുമായി അവന്റെ ഭവനത്തിൽ ഞാനിതാ ഒന്ന് ഒരുമിച്ചൊന്നിരിക്കാൻ പോവുകയാണ്. ഇതാണ് എഴുത്തിക്കാഫ്. അപ്പം ആ അർത്ഥത്തിലുള്ള ഗൗരവതരമായ എഴുത്തിക്കാഫിന്റെ രാവുകളാണ് ഈ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇത് ആരും എന്താ ടീമൊന്നും വേണ്ട. അയാളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയില്ല, ആരും ഇല്ലെങ്കിൽ അയാളില്ല. ഇനി എഴുത്തിക്കാഫിൽ അയാളും ഇല്ല ഇയാളും ഇല്ല, ഞാനും എൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ. പടച്ചവൻ അവിടെ ഉണ്ട്, ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് ചേർന്നിരിക്കാൻ പോവാണ്. ഈ അർത്ഥത്തിൽ റമദാനിന്റെ ഇനി വരുന്ന രാവുകളെ ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇങ്ങനെ അവസാനത്തെ നാളുകൾ കടന്നു വന്നാൽ അഹ്യൽ ലൈല വഅയ്ഖള അഹ്ലുഹു, കുടുംബക്കാരെ ഉണർത്തുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരോടും മക്കളോടൊക്കെ പറയും, കുട്ടികളോടൊക്കെ ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്ന് മാത്രമല്ല അരമുണ്ട് മുറുക്ക് കൊടുക്കുമായിരുന്ന. അരമുണ്ട് മുറുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറബിയിലെ പദപ്രയോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാതിരുന്നു എന്നാണ് ചില മുഹദ്ദിസീങ്ങൾ അതിനെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ അതായത് കുടുംബമായിട്ട് ലൈംഗിക ബന്ധം ഇത്തരം കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു. അവരുടെ ശരീരത്തിന്റെ എല്ലാ സുഖങ്ങളിൽ നിന്നും മാറി പൂർണ്ണമായും അല്ലാഹുവിലേക്ക് ഒരാൾ മടങ്ങാണ്. പൂർണ്ണമായിട്ട് അത് അശദ്ദൽ മിസർ എന്ന് പറയുന്നത് അരമുണ്ട് മുറുക്കി കൊടുക്കുക എന്ന അതിൻ്റെ പദപ്രയോഗം. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഭൗതികമായ തൃഷ്ണകളിൽ നിന്നൊക്കെ മാറി പൂർണ്ണമായും അല്ലാഹുവിലേക്ക് നമ്മളെ സമർപ്പിക്കുന്ന സന്ദർഭമാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി എഴുത്തിക്കാഫിരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ കുറ്റകരമാണ്. എഴുത്തിക്കാഫ് മുറിഞ്ഞു പോണ കാര്യം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പൂർണ്ണമായി എഴുത്തിക്കാഫിരിക്കുന്ന ആളുകൾ ജുമാ നടക്കുന്ന പള്ളിയിൽ ആണ് ഇരിക്കേണ്ടത് എന്നാണ് എൻ്റെ കണക്ക്. അതുമല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് നമസ്കാരം എന്തായാലും
ഉള്ള പള്ളികളിലാണ് സാധാരണഗതിയിൽ എഴുത്തിക്കാഫ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതുമല്ലാത്ത പള്ളികളിൽ നമുക്ക് പ്രയാസകരമാണ്. വീട്ടിലൊന്നും എഴുത്തിക്കാഫ് ഇരുന്ന എഴുത്തിക്കാഫ് ആവില്ല. വീട്ടിലൊന്നും എഴുത്തിക്കാഫൊന്നുമില്ല. പള്ളി തന്നെയാണ്. പള്ളിയിൽ തന്നെ നടക്കണം. ആണായാലും പെണ്ണായാലും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിതകാലത്ത് പിന്നെ റമദാനിന്റെ അവസാനത്തെ 10 എഴുത്തിക്കാഫിൽ കഴിയുമായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ എഴുത്തിക്കാഫ് നിർവഹിച്ചിരുന്നു എന്നാര് പറയുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ ആണിനും പെണ്ണിനൊക്കെ എവിടെയാ? പള്ളി തന്നെയാണ്. നമ്മുടെ പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്, പ്രത്യേക വിശാലമായ സൗകര്യമുണ്ട്. സ്ത്രീകളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ കേൾക്കണം. എഴുത്തിക്കാഫ് ഇത്തരത്തിലുള്ളതാക്കി മാറ്റണം എന്ന് പ്രത്യേകമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള എഴുത്തിക്കാഫ് സാധ്യമാകുന്ന ആളുകളൊക്കെ നിർവഹിക്കണമെന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കടന്നു വരുന്ന രാവുകൾ ലൈലത്തുൽ ഖദറിന്റെ രാവ് കൂടിയാണ്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യം എന്ന് പറഞ്ഞെടുത്ത് ചില മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് അനന്തമായ പ്രതിഫലത്തെ സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞവരുണ്ട്. കൃത്യമായി 1000 മാസങ്ങളാണ് എന്ന കണക്ക് പറഞ്ഞവരൊക്കെ ഉണ്ട്. എന്തു ആയിക്കൊള്ളട്ടെ, നമുക്കറിയാം. ഇതെന്തറിയോ, പടച്ച റബ്ബ്, ഇതെന്താ സംഭവം എന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന നമ്മളെ അനുഭവത്തിൽ വരുന്ന കാര്യമൊന്നും അല്ല ഈ സംഗതി. അതെന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിങ്ങനെ കടന്നു പോവാണ്. പക്ഷെ ആ കടന്നു പോകുന്ന രാവിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുർആൻ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വമാ അദറാക ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്ന് പറയാൻ എന്താണെന്ന് നിനക്കറിയും? ആ ചോദ്യത്തിന് പ്രത്യേകത അറിയും. ആ ചോദ്യം അങ്ങനെ ചോദിക്കണത് അത്ര ഗൗരവപ്പെട്ടാണ്. നിനക്കറിയില്ലേ? നിനക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല അത് എന്നാ ചോദ്യം. നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, നിനക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല, നിനക്കറിയോ എന്ന് ചോദിച്ചാൽ അതാ അതിന്റെ പൊരുൾ. എന്നിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങൾ. ഇത് ആരാ ഓഫർ ചെയ്യണത്? എൻ്റെ റബ്ബാണ്, നമ്മുടെ റബ്ബാണ്, സർവാധിനാഥനായ റബ്ബാണ് ഓഫർ ചെയ്യണത്. 1000 മാസങ്ങളെക്കാൾ വലിയ പുണ്യം നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ് എന്ന് അള്ളാഹു ഇങ്ങോട്ട് നമ്മളോട് പറയാ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ആ രാത്രിയുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളിലേക്ക് വരുന്ന ദിനമാണ്, നിങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. വറൂഹു ഫീഹാ, ആ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ട്. എന്ന് മാത്രമല്ല സലാമുൻ, അവരൊരു സലാം പറയും. നമ്മളാരും കേൾക്കണമൊന്നുമില്ല അല്ലെ? പിന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു സലാം ഒരാൾക്ക് കിട്ടിയാൽ മതി, ദുനിയാവും ആഖിറവും സലാമത്തിലാകുന്ന, ദുനിയാവും ആഖിറവും സലാമത്തിലാകും, സുരക്ഷിതമാകുന്ന. ഇത് വലിയ അവസരമാണ് ഈ വരുന്നത്. അപ്പോൾ ഖദറിന്റെ രാവാണ്. ലൈലത്തുൽ ഖദറിന് ഏറ്റവും സാധ്യതയുള്ളത് 27 രാവുമാണ്. ഏറ്റവും സാധ്യത വരുന്നത് അടുത്ത വെള്ളിയാഴ്ച രാവാണ്. 27 രാവായിട്ട് നമുക്ക് വരികയാണ്. ഏറ്റവും സാധ്യതയുള്ള രാവ് 27 രാവ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ 21 മുതൽ നമ്മൾ എന്താണ് പള്ളിയിൽ എഴുത്തിക്കാഫിലൊക്കെ കഴിഞ്ഞുകൂടാണ്. ഏറ്റവും സാധ്യത കൂടിയ രാവ് എന്ന നിലയ്ക്ക് 27 രാവിനെ സവിശേഷമായി തന്നെ നമ്മളൊന്ന് കാണുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. സംബന്ധിച്ചുള്ള ധാരാളം ഹദീസുകളും നിവേദനങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അർത്ഥത്തിൽ ഈ വരുന്ന ദിനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. വളരെ ഗൗരവത്തിൽ നമ്മളൊന്ന് കൈകാര്യം ചെയ്യണം. രാവും പകലും എല്ലാം സാധ്യമാകും വിധം ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ആക്കി തീർത്തുകൊണ്ട് നമ്മുടെ ഈ റമദാനിന്റെ പരിസമാപ്തി ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള സംഗതി. അതോടൊപ്പം ഫിത്ർ സക്കാത്ത് നമ്മളെല്ലാവരും, കുറേ ആളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുക്കണം. ഒരായത്തെ ഹദീസ് തോന്നുന്നില്ല. ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുക്കണം. കൊടുക്കേണ്ടാത്തവരായിട്ട് ആരും നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലില്ല എന്ന് വേണേൽ പറയാം. പെരുന്നാൾ ദിനത്തിലെ അയാളുടെ ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത ഒരാൾ, പെരുന്നാൾ ദിവസം അതിന് പോലും ഒരു നിവൃത്തിയില്ലാത്ത ഒരാൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും ഫിത്ർ സക്കാത്ത്, അത് ചെറിയ കുട്ടി അടക്കം ഫിത്ർ സക്കാത്ത് കൊടുക്കും, ചെറിയ കുഞ്ഞ്. അപ്പോൾ പെരുന്നാളിൻ്റെ മുമ്പ്, സൂര്യോദയത്തിന് മുമ്പാണ് ജനിക്കുന്നതെങ്കിൽ ആ ജനിച്ച കുട്ടിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം? സൂര്യാസ്തമയത്തിന് മുമ്പ് ജനിച്ച കുട്ടിക്ക് വരെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കണം. ഇനി എപ്പം ജനിച്ചാലും കൊടുത്തോളി, ഫിത്ർ സക്കാത്ത് കുട്ടിക്ക് വേണ്ടിയല്ലേ. എല്ലാവർക്കും കൊടുക്കാം, വീട്ടിലെല്ലാവർക്കും കൊടുത്തിരിക്കണം. നമ്മളിവിടെ അതിന് കണക്കൊക്കെ കഴിഞ്ഞ ആഴ്ചക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ, 100 രൂപയൊക്കെ ഒരാൾക്ക് മേടിക്കുന്നുണ്ട്. ഏകദേശം 2 കിലോ 300 ഗ്രാം, 2.5 കിലോ, ചിലർ 3 കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത്രയൊക്കെ വരുന്ന ധാന്യമാണ് നമ്മൾ സാധാരണ ഫിത്ർ സക്കാത്തായിട്ട് നൽകുന്നത്. അത് കൊടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹറത്തുൽ ലിസ്സായിം, നോമ്പുകാരന്റെ നോമ്പിനെ അത് ശുദ്ധിയാക്കും എന്ന് പറഞ്ഞു. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശുദ്ധി.
ശുദ്ധീകരണ പ്രക്രിയയാണത്. സക്കാത്ത് മൊത്തത്തിൽ അങ്ങനെയാണ്, ഫിത്ർ സക്കാത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നോമ്പ് ഒന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇപ്പൊ തോഴമത്തല്ലിൽ മസാക്കീൻ, മിസ്കീന്മാർക്കുള്ള ഭക്ഷണവുമാണത്. അതും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കണം. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇതിനെ സംബന്ധിച്ച വിശദീകരണത്തിൽ ഫുഖഹാക്കളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതല്ല ഫിത്ർ സക്കാത്ത്. നാട്ടിലെല്ലാ പഴയ കാലത്ത് അങ്ങനെയുണ്ട്. പണ്ടൊക്കെ എന്നറിയോ, മറ്റു ദാരിദ്ര്യമാണ് നമ്മുടെ നാട്ടിൽ. ഞങ്ങൾക്കറിയാമല്ലോ അല്ലെ, ഒരു ഈ ഇരിക്കുന്ന ആളുകളുടെ മുതിർന്ന ആളുകൾക്കെല്ലാം അറിയാം. ഒരു 10-30 കൊല്ലം മുമ്പ് വരെയുള്ള നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ, ഒരു 40 കൊല്ലമൊക്കെ മുമ്പാണ് പറയും വേണ്ട അല്ലേ. കുറേ പട്ടപ്പരകളും പാവപ്പെട്ട കുറേ മനുഷ്യരും, ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും നിവൃത്തിയില്ല, പഴയതൊക്കെ കഴുകി അല്ലേ ഒന്ന് ഉണക്കി പള്ളിയിൽ ഇട്ടുകൊണ്ട് വരുന്ന പാവം മനുഷ്യർ. അങ്ങനെ കാലം കടന്നുപോയി. ഇന്നിപ്പോൾ ഒക്കെ ആ കാലത്ത് എന്താ എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. കാരണം പള്ളിയിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം കൊടുക്കാണ്ടാത്തവരായിട്ട് ആരുമില്ല. ചിലപ്പോൾ 1-2 പണക്കാരുണ്ടാവും, അതേ ഉള്ളൂ. ആ കാലത്ത് പറഞ്ഞാണത്. അത് വെച്ചിട്ട് വിൽക്കാലത്തും എല്ലാവർക്കും കൊടുക്കണമെന്നായി. ചില ആളുകൾ കണക്കാക്കിയുടെ ഫിത്ർ സക്കാത്തിന്റെ അരി എന്തോ ബർക്കത്താടുന്ന. ഫിത്ർ സക്കാത്തിന്റെ അരി കൊണ്ട് ചോറുണ്ടാക്കി അത് ബർക്കത്ത്. ആ ഒരു ബർക്കത്തുമില്ല ഇനി. അത് ബർക്കത്തിന്റെ അല്ല സാധനം, ഒരിക്കലും അല്ല. അത് പിന്നെ ആർക്കുള്ളതാണ്? അത് കഴിക്കാനും പാടില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഫിത്ർ സക്കാത്ത് കൊണ്ടുവന്നാൽ ഞാൻ വാങ്ങാൻ പാടില്ല. അപ്പോൾ അബദ്ധത്തിൽ ആരെങ്കിലും കൊണ്ടുവരും, ഇപ്പം ഞാൻ വാങ്ങാൻ പാടില്ല. കാരണം ഞാൻ ഫക്കീർ മിസ്കീൻ എന്ന കണക്കിൽ ഉണ്ടെങ്കിൽ പോലും ഒഴിവാക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യണം? അങ്ങനെയല്ലേ. ഫക്കീർ എന്ന് പറഞ്ഞാൽ പറ്റ ദരിദ്രന, ഒരു നിവൃത്തിയില്ലാത്തവരാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ വളരെ പ്രയാസപ്പെടുന്നവരാണ്. ഭയങ്കര വിഷമത്തിലാണ് ജീവിതം. അങ്ങനെയുള്ളവരാണ് അവർ. ഇവർക്കുള്ളതാണ് ഈ ഫിത്ർ സക്കാത്ത്. അവർക്കാ കൊടുക്കേണ്ടത്. അങ്ങനെ ആളുകൾ നാട്ടിലില്ല. ചില നാട്ടിലൊക്കെ ചിലപ്പോൾ ആളുകളത് അള്ളാഹുവിന്റെ വലിയ നിഅമത്ത് സമ്പന്നരാവും. പിന്നെന്ത് ചെയ്യണം? അപ്പൊ ആ നാട്ടിൽ കൊടുക്കേണ്ടതാണ് ഫുഖഹാക്കൾ പറയുന്നത്. അത് പിന്നെ അവിടെ കൊടുക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ദരിദ്രരുള്ള നാട് തെരഞ്ഞ് അവിടെ കൊടുക്കണമെന്നാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഈ അരിയൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. എങ്കിലും ഞാൻ പറയാണ്, ശ്രദ്ധിക്കണം എന്ന് പറയാം വിഷയം. കൊടുക്കുന്നവരും ശ്രദ്ധിക്കണം, വാങ്ങുന്നവരും ശ്രദ്ധിക്കണം. അപ്പോഴേ ഫിത്ർ സക്കാത്ത് ആവുള്ളത്. വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. സംഘടിതമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഈ സംഘാടകർക്ക് വലിയ തലവേദനയാണ് ഈ സംഗതി. അപ്പോൾ എല്ലാവരെയും ചിലപ്പോൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ അർഹനല്ല എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഇത് വേണ്ടെന്ന് പറയണം. അതെനിക്ക് അർഹത ഉള്ളതല്ല, എനിക്കത് വേണ്ട. കാരണം എനിക്ക് അർഹതപ്പെട്ടതല്ലാത്തൊരു മുതൽ ഞാൻ കഴിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യവും കുറ്റകരവും കൂടിയാണ്. അത് ശ്രദ്ധിക്കണമെന്ന് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയുന്നതായ കാര്യമാണ്, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ നിലയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിശുദ്ധ റമദാനിനെ ഏറ്റവും മനോഹരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. നമ്മൾ പല ആളുകളും പെരുന്നാൾ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, പെരുന്നാൾ കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവും പലരും. ചിലരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മുടെ കുടുംബത്തിലോ അടുത്താവട്ടെ അകന്ന ബന്ധമാവട്ടെ നമ്മുടെ അയൽപക്കത്തോ അങ്ങനെ എടുക്കാൻ കഴിയാതെ പോകുന്നവരാരെങ്കിലും ഉണ്ടോ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അറിവിലുണ്ടാകണം. അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് പോലെയല്ല മനുഷ്യർ പലപ്പോഴും. ഇപ്പോഴൊക്കെ ഭയങ്കര ബിസിനസ്സൊക്കെ വളരെ മോശം, ചെറിയ ചെറിയ കച്ചവടങ്ങളായിട്ട് കഴിയുന്ന മനുഷ്യർ. ഈ നമുക്കറിയാമല്ലോ, നമ്മുടെ ഓട്ടോ, ടാക്സി ഡ്രൈവർ, അങ്ങനെയൊക്കെ. ഞാൻ പറയുന്നത് എല്ലാവർക്കും, ചിലർക്ക് അള്ളാഹു ഒരു വർക്കത്തൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആരെങ്കിലും പ്രയാസപ്പെടുന്നവർ, ചില 3-4 മക്കളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര പൈസയും വിലയൊക്കെ എടുക്കും ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കുന്നു വേണ്ട, ഒരു വലിയ സദക്കയാണല്ലോ അല്ലേ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ അവർക്കും നമ്മൾ ഇങ്ങനെ നിവൃത്തിയില്ലാത്തവരാണെന്ന് കണക്കാക്കിയാൽ അതും അങ്ങനെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നോക്കുമ്പോൾ ഗസയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൻ്റെ അനന്തരഫലം 200-ലേറെ കുട്ടികളാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ രാത്രി ടെൻറ്റുകൾ കിടന്നുറങ്ങാണല്ലോ പുറത്ത്, അതിൻ്റെ പുറത്താണ് ബോംബ് വന്ന് വീഴുന്നത്. അപ്പോൾ കുട്ടികളുടെ മയ്യത്തുകൾ ഇങ്ങനെ നിരത്തി കിടത്തിയിരിക്കുകയാണ്. ഉമ്മമാർ വന്ന് തങ്ങളുടെ മക്കളെ തരികയാണ്. എന്നിട്ട് ഒരു ഉമ്മ, ഞങ്ങൾ കണ്ട എൻ്റെ ഹൃദയം വല്ലാതെ വെങ്ങിപ്പോയൊരു സംഗതിയാണ്. ഒരു ഉമ്മ ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ കുട്ടീനെ എവിടെയും കാണുന്നില്ല. എന്നിട്ട് ഉമ്മ അവിടെ നിന്നൊരു കൈ ഉയർത്തി പറയുന്നുണ്ട്, അല്ലാഹുവേ ഈ കുട്ടികളൊക്കെ ഇവൻ്റേത് തന്നെയാണല്ലോ. സുബ്ഹാനല്ലാഹ്, എല്ലാ മക്കളും നമ്മുടേത് തന്നെയാണ്, എല്ലാവരും നമ്മുടേതാണ്. എല്ലാവരുമായിട്ട് നമുക്കൊരു സാഹോദര്യ ബന്ധമുണ്ട്. ആ സാഹോദര്യ ബന്ധമാണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ ഒരു ആന്തര ചൈതന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെപ്പോലെ എൻ്റെ ചുറ്റുവട്ടത്തും എൻ്റെ കുടുംബാംഗങ്ങളിൽ പ്രത്യേകിച്ചും എൻ്റെ അയൽപക്കത്തും ഒക്കെ അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും ഇനി അങ്ങനെ ഉണ്ട് ആരും പറയുകയും ചെയ്യാം കേട്ടോ, പറയുകയും ചെയ്യാം. ആരെങ്കിലും പൈസയുള്ളവരൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമ്മളോട് ചിലപ്പോൾ നിവൃത്തി ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഉള്ളവരോട് നമുക്ക് പറയാതെ ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ, നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു 10-2000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കും എന്നൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അറിവിലുണ്ടാകണം, നമ്മൾ തരയണം.
ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു അമാനത്താണ്, നമ്മളെല്ലാവരും തരയണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയോട് അന്വേഷിക്കണം, കുടുംബത്തോടൊന്ന് അന്വേഷിക്കണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് പെരുന്നാളിൻ്റെ വസ്ത്രം അത് അല്ലേ, അത് അവർക്കും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാവുക. അങ്ങനെ ആയിരിക്കണം കടന്നു വരുന്ന പെരുന്നാൾ ദിനത്തെ നമ്മൾ നോക്കി കാണേണ്ടത് എന്ന് പ്രത്യേകമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. സർവാധിനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടന്നു പോകുന്ന വിശുദ്ധ റമദാൻ നമ്മൾ വിട പറയാൻ പോവാണ്. അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ വിടവരൽ ചടങ്ങിലേക്ക് കടക്കാനൊക്കെ പോവാണ്. കടന്നു പോകുന്ന റമദാനിനെ അല്ലാഹു തആല നമ്മുടെ കാര്യത്തിൽ സ്വീകരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ കമാ അമർ وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس أوصيكم عباد الله وإياي بتقوى الله واعلموا أن الله تعالى صلى على نبيه قديما فقال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة والقرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعيهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സർവാധിനാഥനായ പടച്ചറബ് നമ്മളെയും നമ്മുടെ ഈ കടന്നു പോകുന്ന വിശുദ്ധ റമദാനിനെയും ഒക്കെയും സ്വീകരിച്ച് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ജീവിതത്തിലുടനീളം സംഭവിച്ചു പോയ പാപങ്ങൾ, വീഴ്ചകളൊക്കെ പുറത്ത് മാപ്പാക്കി തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ ഒരു റമദാനും കൂടി ഞങ്ങളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. അള്ളാഹ്, കടന്നുപോയ റമദാനുകളൊക്കെയും പാഴായിപ്പോയോ സ്വീകരിക്കപ്പെട്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പടച്ചവനെ, ഈ കടന്നു പോകുന്ന റമദാനെ ഞങ്ങളുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ കടന്നു പോകുന്ന റമദാൻ നാളെ പരലോക നാളിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യമായി സ്വീകരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ കടന്നു പോകുന്ന റമദാൻ ഞങ്ങളുടെ പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും റമദാനായി സ്വീകരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പാളിച്ചകളും എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അള്ളാഹുവേ, നന്മയ്ക്ക് വേണ്ടി തന്നതാണ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെയും, ഞങ്ങളുടെ കൈയും കാലും കണ്ണും കാതും. പടച്ചവനെ, അതൊക്കെയും നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ഉപയോഗിക്കാൻ കഴിയാതെ പോയ മനുഷ്യരാണ് ഞങ്ങൾ. പടച്ചവനെ, പാപങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. വരാനിരിക്കുന്ന നാളുകളെ പാപമുക്തമാക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, നിനക്ക് പ്രിയപ്പെട്ട മനുഷ്യരായി ജീവിക്കാനുള്ള സൗഭാഗ്യം തരണേ തമ്പുരാനെ. അള്ളാഹുവെ, വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ കടന്നു വരുന്ന ഈ നാടുകൾ ഏറ്റവും നല്ല ദിനങ്ങളാക്കി ഞങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കണേ പടച്ചവനെ. ഈ കടന്നു വരുന്ന നാളുകളെ അള്ളാഹുവിൻ്റെ രാത്രികളെ ഹയാത്താക്കാൻ ഖുർആൻ പാരായണം കൊണ്ട്, രാത്രി നമസ്കാരങ്ങൾ കൊണ്ട്, പടച്ചവനെ ദീർഘമായ പ്രാർത്ഥനകൾ കൊണ്ട് റബ്ബേ നിന്നോട് ചേർന്നിരിക്കാൻ ഒക്കെയുള്ള ഉദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ വിശുദ്ധ റമദാനിനെ ഞങ്ങളുടെ കാര്യത്തിൽ നീ പാഴാക്കി കളയല്ലേ തമ്പുരാനെ. അള്ളാഹുവെ, പൂർണ്ണമായി ഈമാൻ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെയും പടച്ചവനെ നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് കൊണ്ടവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹു, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ ഓർമ്മയിൽ അള്ളാഹുവെ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന സേവനങ്ങൾ എണ്ണിയാൽ വിലമതിക്കാനാവാത്ത സേവനങ്ങളാണ് തമ്പുരാനെ. അതൊക്കെയും അവരുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ സ്വയം പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാണവർ. സ്വയം ഉറക്കമൊഴിഞ്ഞും അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടി കാവലിരുന്നവരാണവർ. അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലുടനീളം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണവർ. അള്ളാഹുവെ അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ജീവിതത്തിൽ ഒരു കണക്കും പറയാതെ ഞങ്ങൾക്ക് വേണ്ടി സാധ്യമാകുന്നതെല്ലാം ചെലവഴിച്ചവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ. ഒരു കണക്കും അവർ എഴുതി വെച്ചില്ല തമ്പുരാനെ. നിന്റെ അടുക്കൽ ആ കണക്കുകളെല്ലാം ഉണ്ട് പടച്ചവനെ. ആ കണക്കുകളെല്ലാം അവർക്ക് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ പടച്ചവനെ. ആ ചെയ്തതൊക്കെയും അവരുടെ കാര്യത്തിൽ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന വലിയ സദഖകളായി സ്വീകരിച്ചവർ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവർക്ക് ഞങ്ങൾക്കും നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന് രാവിലെ നേരത്തെ എണീറ്റ് അല്ലാഹുവേ ഏറെ വൈകി കിടന്നുറങ്ങുന്നവരാണവർ. എത്ര ആക്ഷേപങ്ങളും ചീത്തയൊക്കെ കേട്ടാലും പിന്നെയും സ്നേഹവാത്സല്യത്തോടെ ഞങ്ങളോട് ചേർന്ന് നിന്നവരാണവർ. അള്ളാഹു അവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു അവർ പാപങ്ങളും വീഴ്ചകളും പുറത്തു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ നാളെ പരലോക നാളിൽ സ്വർഗപ്രവേശന വേളയിൽ ഏറ്റവും സന്തോഷത്തോടെ ഒരുമിച്ച് സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഉദവി നൽകി ഞങ്ങളെയും അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഈ ഇരിക്കുന്ന കുടുംബ ഗൃഹനാഥന്മാരായ ആളുകൾ അള്ളാഹുവെ കുടുംബത്തിൽ ഭർത്താക്കന്മാരായി പിതാക്കന്മാരായി കുടുംബത്തിന്റെ വലിയ ഭാരം പേറുന്നവരാണ് ഈ ഇരിക്കുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ. അള്ളാഹുവെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു അവരുടെ ജീവിതത്തെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ എല്ലാ അർത്ഥത്തിലുള്ള ഖൈറും ബർക്കത്തും നൽകി അവരുടെ ദുനിയാവിനെയും ആഖിറത്തെ നീ സന്തോഷകരമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ സർവോപരി നാളെ പരലോക നാൾ റബ്ബേ ഭയാനകമായ ഹിസാബിന്റെ ആ വേളയിൽ ഒരു ബേജാറും വേവലാതിയും ഇല്ലാതെ അല്ലാഹുവേ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിലും സൗഭാഗ്യവതികളിലും പെടുത്തി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ആ ദിനം ഞങ്ങളുടെ സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരായി അല്ലാഹു എന്നിട്ട് റസൂലിന്റെ ഹൗദിൽ നിന്ന് പാനം ചെയ്യാനുള്ള സൗഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ ഏറ്റവും സന്തോഷത്തോടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തഖീങ്ങളിൽ പെടുത്തി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലൊക്കെയും ഖൈറായ തീരുമാനങ്ങൾ നീ എടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് പടച്ചവനെ നിന്നോട് ഞങ്ങൾ അഭയം തേടുകയാണ്. അല്ലാഹുവേ കഠിനമായ മാരകമായ ഭയാനകങ്ങളായ രോഗങ്ങൾ, കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അല്ലാഹുവേ മാറാവ്യാധികൾ, പടച്ചവനെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിന്നൊക്കെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഞങ്ങളുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ദുആ സ്വീകരിച്ച് അതിൽ നിന്നുള്ള മുക്തി നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കിടപ്പിലായി പോകുന്ന, മറ്റുള്ളവർക്ക് ഭാരമായി പോകുന്ന, കിടപ്പിലാകുന്ന അവസ്ഥയിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാവി തലമുറകളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തെ ഇസ്സത്തുള്ള സമൂഹമാക്കി മാറ്റണേ തമ്പുരാനെ. നല്ല ഈമാനിന്റെ ആർജവമുള്ള ഇസ്ലാമിക ജീവൻ നയിക്കുന്ന ഇസ്സത്തുള്ള, ആരുടെ മുന്നിലും തലകുനിക്കാത്ത, അല്ലാഹുവേ നിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുന്ന ഇസ്സത്തുള്ള ഒരു സമൂഹമാക്കി, സമുദായമാക്കി ഈ സമുദായത്തെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഗസയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ പോരാട്ടങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ രക്തസാക്ഷികളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعزنا فلا تضلنا يا رب العالمين. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشغل خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.